മലയാളം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് ഒരുപാട് ആളുകൾ കണ്ട് അത് വൈറൽ ആവണമെങ്കിൽ അതിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നല്ലൊരു കണ്ടന്റ് വേണം, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. രണ്ടാമത്, അതിന് നല്ലൊരു പിക്ചർ ക്വാളിറ്റി വേണം. മൂന്നാമത്, സൗണ്ട് ക്വാളിറ്റി വേണം. ഇത് 3 ഉണ്ടെങ്കിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു വയർലെസ് മൈക്കാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത് ബോയയുടെ വയേർഡ് മൈക്കാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 750 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വയർലെസ് മൈക്ക് വാങ്ങാനായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വയർലെസ് മൈക്കിന്റെ റേറ്റ് 10,000 രൂപയിൽ മേളിലൊക്കെയാണ് നല്ല വയർലെസ് മൈക്ക്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു, പലരും റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതിനൊരു 10,000 രൂപയുടെ മേളിലുള്ളതൊക്കെയാണ് നല്ല വയർലെസ് മൈക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ കുറഞ്ഞ റേറ്റിൽ നല്ല വയർലെസ് മൈക്ക് കിട്ടാമെന്ന് ഞാൻ ഇങ്ങനെ പല ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കയറി നോക്കി. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു വയർലെസ് മൈക്കാണ് ഇത്. ഇതിന്റെ പേര് ബ്രാൻഡഡ് സാധനമൊന്നും അല്ല, പക്ഷേ ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇത് വാങ്ങാനുള്ള കാരണം. ഇത് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ റേറ്റ് വളരെ ചീപ്പാണ്. ഞാനിത് അൺബോക്സിങ് ആദ്യമേ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചെയ്തു. ഞാനിത് യൂസ് ചെയ്തു, വർക്കിംഗ് ആണ്. എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്, സൗണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതാണ്, ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളാണ്. ഇതൊരു പിന്നാണ്, 6.35ന്റെ ഒരു പിന്നാണിത്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇതാണ് നമ്മുടെ റിസീവർ. ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ ഈ പിന്ന് സെപ്പറേറ്റ് ആയിരുന്നു, ഞാനിത് ഓൾറെഡി ഇത് ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് ഇതിന്റെ ട്രാൻസ്മിറ്റർ വിത്ത് മൈക്കാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളുള്ളൂ ഇതിന്. മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളുള്ളൂ. ഇത് റിസീവർ, ഇത് ട്രാൻസ്മിറ്റർ. ഇതാണ് നമ്മുടെ കോളറിൽ പിടിപ്പിക്കണത്. ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യണത്. അപ്പൊ നമുക്ക് ഈ മൈക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഈ വയർലെസ് മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ട്രാൻസ്മിറ്റർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നുള്ളൂ. ഒരു ക്ലിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഷർട്ടിൽ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് വെക്കാം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഈ വയർലെസ് മൈക്കിലൂടെ ഉള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ ഈ സൗണ്ട് എഡിറ്റ് ഒന്നും ചെയ്യണില്ല. ഇതിലുള്ള സൗണ്ട് അതേപോലെ തന്നെയാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്യാം, ലൗഡ് സ്പീക്കർ ആയിട്ട് കണക്ട് ചെയ്യാം, സൗണ്ട് കാർഡ്, സ്പീക്കർ, പവർ ആംപ്ലിഫയർ, ഇത്രയും സംഭവങ്ങളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്ന് ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് 50 മീറ്റർ ഡിസ്റ്റൻസിൽ വരെ ഇതിന്റെ സൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇതൊരു UHF മൈക്കാണ്. UHF മൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി മൈക്കാണ്. സാധാരണ VHF, UHF അങ്ങനെ 2 ടൈപ്പ് മൈക്കുകളാണ് നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത്. VHF എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി, UHF എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി, അങ്ങനെ 2 ടൈപ്പാണ്. അപ്പോൾ ഇത് ഫ്രീക്വൻസി കൂടിയ മൈക്കാണ്. അതുകൊണ്ടാണ് ഇതൊരു 50 മീറ്റർ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇത് ഔട്ട്ഡോർ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഫ്രീക്വൻസി എന്തോരം ഉണ്ട്, എത്ര മീറ്റർ ഡിസ്റ്റൻസ് വരെ ഇത് കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തായാലും ഔട്ട്ഡോർ പോയി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത് രാത്രിയാണ്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 9-10 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ അത് ഔട്ട്ഡോർ പോയിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നാളെ അടുത്ത ദിവസം തന്നെ ഞാനത് ഔട്ട്ഡോർ പോയിട്ട് ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് വരെ കിട്ടും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിലൊരു ബ്ലൂ ലൈറ്റ് തെളിഞ്ഞു കിടക്കണേണ്ട. ഈ ബ്ലൂ ലൈറ്റ് തെളിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ അർത്ഥം. വർക്കിംഗ് സ്റ്റാറ്റസിലാണ് ഇത് ബ്ലൂ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത്. ഇത് ചാർജിങ്ങിൽ ഇടാൻ നേരത്ത് ഇത് റെഡ് ആവും. ഇതേപോലെ തന്നെ റിസീവറിലും ഇതേപോലെ ബ്ലൂ ലൈറ്റ് ആയിരിക്കും വർക്കിങ്ങിൽ, ചാർജിങ്ങിൽ റെഡ് ആയിരിക്കും. നമ്മുടെ മൊബൈലിന്റെ ചാർജർ വെച്ച് തന്നെയാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. അതിന്റെ സെയിം പിൻ തന്നെയാണ് നമുക്ക് തന്നേക്കുന്നത്. അതായത് ഒറ്റ ചാർജർ ഉപയോഗിച്ച് നമുക്ക് 2 ഒരുമിച്ച് ചാർജ് ചെയ്യാവുന്ന രീതിയിലുള്ള കേബിളാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം പോളിമർ ബാറ്ററിയാണ്. 400 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞത് 50 Hz to 7.5 kHz ആണ് ഇതിന്റെ ഫ്രീക്വൻസി. ഇതിന്റെ പെയറിംഗ് മെത്തേഡ് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഇത് ജസ്റ്റ് 2 റിസീവറും ട്രാൻസ്മിറ്ററും ഓൺ ആക്കിയാൽ മതി, ഓട്ടോമാറ്റിക് ഇത് കണക്ട് ആയിക്കോളും. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന പ്രൊഡക്റ്റ് പാരാമീറ്റേഴ്സ് ഞാൻ വായിക്കാം. ഓഡിയോ സിഗ്നൽ ഡിജിറ്റൽ സാമ്പിളിംഗ്, പെയറിംഗ് മെത്തേഡ് ഓട്ടോമാറ്റിക് പെയറിംഗ്, ഫ്രീക്വൻസി 50 Hz to 7.5 kHz, പവർ കൺസപ്ഷൻ
0 dB current 75 mA, പവർ സപ്ലൈ ഇന്റേണൽ 400 mAh. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 550.5 MHz ടു 589.5 MHz. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ UHF അൾട്രാ ഹൈ ഫ്രീക്വൻസി. ഓഡിയോ ഔട്ട്പുട്ട് മിക്സഡ് ഔട്ട്പുട്ട്. ഇത്രയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് ഞാൻ എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഇപ്പോൾ വയർലെസ് മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റേറ്റ് കൂടിയ സാധനമാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു മൈക്ക് കിട്ടണമെങ്കിൽ മിനിമം 10,000 രൂപയെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മൈക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പലരും റിവ്യൂ ഇട്ടുണ്ടാവില്ല, ഞാൻ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മിനിമം ഒരു 7,000-ന് മേളിലുള്ള മൈക്കുകളേ ഉള്ളൂ. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാനങ്ങനെ ബാങ്കുഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ഞാൻ കയറി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മൈക്ക് കണ്ടത്. ഇതിൻ്റെ പേര് അതിൽ കൊടുത്തേക്കണ ബേക്കി UHF മൈക്ക് എന്നാണ് കൊടുത്തേക്കണത്. പക്ഷേ ഇതിൽ എഴുതിയേക്കണ അങ്ങനെ ഒരു പേരല്ല, ഇതിൽ എഴുതിയേക്കണ ഏതൊരു ചൈനീസ് നെയിമാണിത്. മെയ്ഡ് ഇൻ ചൈനയാണ് സംഭവം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1,750 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അതായത് ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 2,400 ആണ്. 1,750 രൂപക്കാണ് എനിക്കിത് കിട്ടിയത്. എനിക്കൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു, ആ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് 1,750 രൂപക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ 1,750 രൂപക്ക് വയർലെസ് മൈക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഔട്ട്ഡോർ വന്നേക്കണേണ്. അപ്പോൾ ഔട്ട്ഡോർ ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ദൂരം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഒന്ന് ഡിസ്റ്റൻസ് ബാക്കിലേക്ക് ഇറങ്ങി ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ക്യാമറയും മൈക്കും തമ്മിൽ 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ കുറച്ചും കൂടി ബാക്കിലേക്കൊന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 25 മീറ്ററിൻ്റെ അടുത്ത് ഉണ്ട്. ഈ കമ്പനി പറയണത് ഒരു 50 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ ഇത് കിട്ടുമെന്നാണ് കമ്പനി പറയണത്. ഞാനിപ്പോൾ ഒരു 25 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഞാനിത് എന്തായാലും ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കിത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് സ്വയം ഒന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കുറച്ചും കൂടി എന്തായാലും ബാക്കിലേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 50 മീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ തന്നെ ക്വാളിറ്റി മനസ്സിലാക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ റോഡിൻ്റെ മൈക്കൊക്കെ 30,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങാൻ നേരത്ത് അതിൻ്റെ ക്വാളിറ്റിയുടെ ഏകദേശം അടുത്തെങ്കിലും ഈ ഒരു മൈക്ക് കിട്ടേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1,750 രൂപയ്ക്കുള്ളൂ. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനും ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു മൈക്ക് വളരെ ബെസ്റ്റ് ആയിരിക്കും. ബാങ്കുഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് വാങ്ങിയത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ വാങ്ങാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു കാർപ്പ് ഇതുവഴി പോയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് എത്രത്തോളം ഇതിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യേണ്ടെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് പുറമേ നിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇതിൻ്റെ അകത്ത് കിട്ടേണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്, അതും എത്രത്തോളം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ കമ്പനി വാറണ്ടി പറയുന്നുണ്ട്, 1 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതായതുകൊണ്ട് ഇതെങ്ങനെയാണ് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ വാറണ്ടിയുടെ ഒരു കാർഡ് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുണ്ട്, അതിൽ 1 ഇയർ വാറണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോണെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.